എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എയറേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ജലശുദ്ധീകരണ പ്രക്രിയയിലെ ഒന്നാമത്തെ പ്രോസസ്സാണ് എയറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ജലത്തിലുള്ള ഡിസോൾവ് ഓക്സിജന്റെ അപര്യാപ്തത പരിഹരിക്കുന്നതിനും ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള വാതകങ്ങൾ നിർവീര്യമാക്കുന്നതിനും വേണ്ടിയാണ് എയറേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എയറേഷന് ശേഷം എയറേറ്ററിലൂടെ എയറേഷന് വിധേയമായി പുറത്തേക്ക് വരുന്ന ജലം അടുത്ത പ്യൂരിഫിക്കേഷൻ ഘട്ടമായിട്ടുള്ള സെഡിമെന്റേഷൻ പ്രക്രിയയ്ക്കാണ് വിധേയമാക്കുന്നത്. അപ്പോൾ എന്താണ് സെഡിമെന്റേഷൻ എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജലത്തിലുള്ള സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്, അതായത് ജലത്തിൽ അലിഞ്ഞു ചേരാത്ത മാലിന്യങ്ങൾ മൂന്ന് വിധത്തിലാണ് ജലത്തിൽ കാണപ്പെടുക. ഒന്ന്, ജലത്തിൽ പൊങ്ങി കിടക്കുന്ന മാലിന്യങ്ങൾ, ഫ്ലോട്ടിംഗ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. മറ്റൊന്ന് സോളിഡ് മാറ്റേഴ്സ്, അതായത് ജലത്തേക്കാൾ ഭാരമുള്ള വസ്തുക്കൾ. അത് ജലത്തിന്റെ അടിഭാഗത്ത് ഊറിപ്പോകും. എന്നാൽ ജലത്തിന്റെ അതേ സാന്ദ്രതയുള്ള ജലത്തോടൊപ്പം തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ചെറിയ പാർട്ടിക്കിൾസ്, അത്തരം പാർട്ടിക്കിൾസ് അടിഞ്ഞു കൂടണമെങ്കിൽ അല്ലെങ്കിൽ അത് ശുദ്ധീകരിച്ചെടുക്കണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ അത് നിർമ്മാർജ്ജനം, അത്തരത്തിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പോർട്ടബിൾ വാട്ടറിലെ അനുവദനീയമായ റേഷ്യോയിലേക്ക് കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് സെഡിമെന്റേഷൻ സാധ്യമാകുന്നത്? ഒന്ന്, ജലത്തെ നിശ്ചലമാക്കി വെക്കുക. ജലത്തെ കുറേ നേരം നിശ്ചലമാക്കി നിർത്തിയാൽ, ഒരു പാത്രത്തിൽ നിശ്ചലമാക്കി നിർത്തിയാൽ ജലത്തിലുള്ള ഈ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ സാവധാനത്തിൽ അടിഭാഗത്ത് സെറ്റിലാവും. അപ്പം അതിൽ ഫ്ലോട്ടിംഗ് ഇമ്പ്യൂരിറ്റീസുകൾ സാധാരണ ഇപ്പോൾ പുഴയിലെ ജലം ശുദ്ധീകരിക്കുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം സ്ക്രീനിങ്ങിലൂടെ, ഇപ്പോൾ സാധാരണ പുഴയിൽ ഒരു ഇൻടേക്ക് വെൽ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ പുഴവെള്ളം ശുദ്ധീകരണത്തിനായി കണക്ട് ചെയ്യുക. അങ്ങനെ ഇൻടേക്ക് വെല്ലിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഈ ഫ്ലോട്ടിംഗ് ഇമ്പ്യൂരിറ്റീസുകൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. രണ്ടാമത് സോളിഡ് ഇമ്പ്യൂരിറ്റീസ്, അതായത് അടിഭാഗത്ത് സെറ്റിലാവുന്ന, വളരെ വേഗത്തിൽ സെറ്റിലാവുന്ന ഭാരം കൂടിയ വസ്തുക്കൾ. അത്തരം വസ്തുക്കളും നമ്മൾ പമ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത്തരം വസ്തുക്കൾ വെള്ളത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അതും എളുപ്പത്തിൽ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം. പക്ഷേ ജലത്തിൻ്റെ അതേ ഭാരമുള്ള, അല്ലെങ്കിൽ ജലത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന അത്ര ചെറിയ സൂക്ഷ്മമായ പാർട്ടിക്കിൾസിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് സെഡിമെന്റേഷൻ സാധ്യമാകുന്നത്? സെഡിമെന്റേഷനിൽ രണ്ട് തരത്തിലുള്ള പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഫിൽ ആൻഡ് ഡ്രോപ്പ്, അതായത് അല്ലെങ്കിൽ ജലത്തെ നിശ്ചലമാക്കി നിർത്തുക. ജലത്തെ നിശ്ചലമാക്കി നിർത്തുന്ന സമയത്ത് ജലത്തിലുള്ള പാർട്ടിക്കിൾസ് വളരെ സാവധാനത്തിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഊറിപ്പോകും. അങ്ങനെ നമ്മളൊരു സ്റ്റാഗ്നേഷൻ, അതിനെ സ്റ്റാഗ്നേഷൻ ചെയ്യും. അതിന് ഡിറ്റൻഷൻ പീരീഡ് കൊടുക്കുക. ഒരു നിശ്ചിത സമയം ജലത്തെ നിശ്ചലമാക്കി കൊടുക്കും. ഇപ്പോൾ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ ജലത്തെ ഒരു പാത്രത്തിൽ നിറച്ച്, ഒരു ടാങ്കിൽ നിറച്ച് 24 മണിക്കൂറിന് ശേഷം നമ്മൾ ജലം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം പാർട്ടിക്കിൾസും അടിഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും. അങ്ങനെയാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലാണ് നമ്മൾ പ്രായോഗികമായി ചെയ്യുന്നത്. ഒന്ന്, ഫിൽ ആൻഡ് ഡ്രോപ്പ് ടൈപ്പ്. ഫിൽ ആൻഡ് ഡ്രോപ്പ്, അത് ഒരു സംഭരണിയിൽ, ഒരു ജലസംഭരണിയിൽ ജലം നിറച്ച് അതിനെ ഒരു
ഡിറ്റൻഷൻ പീരീഡ് കൊടുക്കുക. 12 മണിക്കൂറോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ അതിനനുസരിച്ച് അതിന് എത്രമാത്രം സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണക്കാക്കി അത് സെറ്റിൽ ആവാനുള്ള ഒരു സമയം കൊടുക്കുക. അതിനെ നമ്മൾ ഡിറ്റൻഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിറ്റൻഷൻ പീരീഡ് കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഈ പാർട്ടിക്കിൾസ് പിന്നെ ടാങ്കിൻ്റെ അടിഭാഗത്ത് സെറ്റിലാവും. ഇങ്ങനെ ടാങ്കിൻ്റെ അടിഭാഗത്ത് സെറ്റിലാകുന്ന പാർട്ടിക്കിൾസ് നമ്മൾ അതിന് ശേഷം അങ്ങനെ സെറ്റിലായി കഴിഞ്ഞാൽ അതിനുശേഷം ടാങ്കിൻ്റെ അടിഭാഗത്ത് നിന്ന് അല്പം മുകളിലായി ഫിറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്ലെറ്റിലൂടെ ജലം പുറത്തേക്ക് എടുക്കുക. അങ്ങനെ കിട്ടുന്ന ജലം ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ജലമായിരിക്കും. ഇതാണ് ഫിൽ ആൻഡ് ഡ്രോപ്പ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ജലത്തിലുള്ള ഈ സ്മോൾ പാർട്ടിക്കിൾസ് ജലത്തിൽ സെറ്റിലാവുന്നുണ്ട്. പക്ഷെ ആ സെറ്റിലാവാൻ കുറേ അധികം സമയം വേണ്ടി വരും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ജലം കലങ്ങിയതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഡിറ്റൻഷൻ പീരീഡ് കൊടുക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഫില്ലിംഗ് ആൻഡ് ഡ്രോപ്പ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ അധികം ടാങ്കുകൾ ആവശ്യമായി വരും. ഇതിന് സാവകാശം വേണ്ടി വരും. അതുകൊണ്ട് ഇത് എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ജലത്തിൻ്റെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്തുകൊണ്ട് ജലത്തിൻ്റെ പ്രവേഗത്തിൽ വ്യത്യാസം വരും. ജലം ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രവേഗം അതിൻ്റെ ഗതിയിൽ മാറ്റം വരുത്തുക, അതിൻ്റെ പ്രവേഗത്തിൽ മാറ്റം വരുത്തുക. അങ്ങനെ മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ സെറ്റിലിംഗ് ടൈം കൊടുക്കുക. അങ്ങനെ രൂപകൽപ്പന ചെയ്യുന്ന സെറ്റിലിംഗ് ടാങ്കുകൾ അതിനെ നമ്മൾ സെഡിമെന്റേഷൻ ടാങ്ക് എന്നാണ് പറയുക. സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയും. കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് സെഡിമെന്റേഷൻ അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയും. ഇതിനകത്ത് വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ജലത്തിൻ്റെ പിന്നെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ജലത്തിലുള്ള പാർട്ടിക്കിൾസ് സാവധാനത്തിൽ അടിഭാഗത്ത് സെറ്റിലാവും. ഇതിനാണ് നമ്മൾ കണ്ടിന്യൂസ് ഫ്ലോ സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഈ രണ്ട് തരത്തിലാണ്, അതായത് ഫിൽ ആൻഡ് ഡ്രോപ്പ് ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്കുകളും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്കുകളാണ് നമ്മൾ ഈ സെഡിമെന്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സെഡിമെന്റേഷൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾസിനെ ജലത്തിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ അടിഭാഗത്ത് ടാങ്കിൽ അല്ലെങ്കിൽ ജലത്തിൻ്റെ അടിയിലേക്ക് സെറ്റിലാകുന്നതിന് ഒരു സാവകാശം നൽകുക എന്നുള്ളതാണ്. അങ്ങനെ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് സെഡിമെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ, ജലം സെഡിമെന്റേഷൻ അല്ലെങ്കിൽ നിശ്ചിത അളവിലുള്ള ജലം സെഡിമെന്റേഷൻ വിധേയമാക്കി പുറത്തേക്ക് എടുക്കാനുള്ള സമയം, അതിനെ നമ്മൾ റേറ്റ് എന്ന് പറയും. അതിൻ്റെ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ഇത് ഫിൽ ആൻഡ് ഡ്രോപ്പ് ടൈപ്പിൽ അതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വളരെ ഉയർന്നതാണ്. കാരണം ഒരു ടാങ്കിനകത്ത് ജലം ഫില്ല് ചെയ്ത് അത് നമ്മളൊരു നിശ്ചിത സമയം ഡിറ്റൻഷൻ പീരീഡ് കൊടുക്കുന്ന സമയത്ത് വളരെ ചെറിയ പാർട്ടിക്കിൾസിന് വരെ അടിഭാഗത്ത് സെറ്റിലാവാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് ഫിൽ ആൻഡ് ഡ്രോപ്പ് ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്കുകളിൽ നിന്ന് കിട്ടുന്ന ജലത്തിൻ്റെ റേറ്റ് കുറവാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി വളരെ ഉയർന്നതായിരിക്കും. എന്നാൽ നമുക്ക് വലിയ ജലശുദ്ധീകരണശാലകളിലൊന്നും തന്നെ ഈ ഫിൽ ആൻഡ് ഡ്രോപ്പ് ടൈപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം കൺസംഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ സാവകാശത്തിൽ ജലം ശുദ്ധീകരിച്ചെടുത്താൻ പോരാ. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ജലം ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം, അതിനാണ് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്ക് ഉപയോഗിക്കുന്നത്. അവിടെ ജലം തുടർച്ചയായി ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഗതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുക, നേരേക്ക് ഒഴുകുന്നതിന് പകരം അതിനെ പിന്നെ വളഞ്ഞു കൊടുക്കാൻ അനുവദിക്കുക, അതോടൊപ്പം തന്നെ പ്രവേഗത്തിൽ മാറ്റം വരുത്തുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഡിറ്റൻഷൻ പീരീഡാണ് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്കുകളിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനുള്ള ഒരു പോരായ്മ, ഇതിൻ്റെ റേറ്റ് വളരെ ഉയർന്നതായിരിക്കും. വളരെ അധികം ജലം നമുക്ക് സെഡിമെന്റേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി നേരത്തെ പറഞ്ഞ ഫിൽ ആൻഡ് ഡ്രോപ്പ് ടൈപ്പ് ടാങ്കിനേക്കാൾ ഇതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന മറ്റൊരു മാർഗമാണ് കൊയാങ്കുലേഷൻ എന്ന് പറയുന്നത്. കൊയാങ്കുലേഷൻ അതായത് ജലത്തിലുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ അടിഭാഗത്ത് സെറ്റിലാവുന്നതിന് ഒരു പ്രത്യേക പ്രിൻസിപ്പിളുണ്ട്. അതായത് ഭാരം കൂടിയ വസ്തുക്കളാണ് ആദ്യം അടിഭാഗത്ത് സെറ്റിലാവുക. ഭാരം കുറഞ്ഞ വസ്തുക്കൾ പിന്നെ സാവധാനത്തിലാണ് സെറ്റിലാവുക. അപ്പോൾ നമുക്ക് ഈ ഭാരം കുറഞ്ഞ പാർട്ടിക്കിൾസിനെ എങ്ങനെയെങ്കിലും അതിൻ്റെ ഭാരം കൂട്ടാൻ കഴിയും. ഈ പാർട്ടിക്കിൾസ്, ഈ സ്മോൾ പാർട്ടിക്കിൾസിനൊക്കെ തന്നെ ഒന്നാക്കി ചേർത്തുകൊണ്ട് നമുക്കതിനെ ഒരു ഫ്ലോക്ക് ആക്കി മാറ്റാൻ പറ്റും.
ഫ്ലോക്കുലേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനൊക്കെ പരസ്പരം ഒട്ടിപ്പിടിച്ച് അത് വലിയ പാർട്ടിക്കിൾ ആകുന്ന സമയത്ത് എളുപ്പത്തിൽ അടിഭാഗത്ത് സെറ്റിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജലത്തിൽ ചേർക്കുന്ന ഒരു കെമിക്കലിന്റെ പേരാണ് കൊയാഗുലന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കെമിക്കൽ ആഡ് ചെയ്ത് സെഡിമെന്റേഷൻ നടത്തുന്ന പ്രക്രിയയാണ് സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള കെമിക്കലാണ് ആഡ് ചെയ്യുന്നത്? ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് മനുഷ്യന് ആളുകൾ കുടിക്കുന്ന വെള്ളത്തിലാണ് ചേർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് ടോക്സിക് ആവാത്ത, മനുഷ്യന് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത കെമിക്കലുകളാണ് ചേർക്കുന്നത്. അങ്ങനെ ചേർക്കുന്ന നമ്മൾ സാധാരണയായി കുടിവെള്ള പദ്ധതികളിൽ ചേർക്കുന്ന ഈ കൊയാഗുലന്റാണ് ആലം എന്ന് പറയുന്നത്. അലൂമിനിയം സൾഫേറ്റ് എന്നാണ് പൂർണ്ണരൂപം. ആലം ചേർക്കുന്നത്. ആലം ചേർത്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആലത്തിനൊരു ഒരു പശർമയുണ്ട്. ഒരു പശർമ അത് ഈ പാർട്ടിക്കിൾസിനൊക്കെ തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നതിന് സഹായിക്കുന്നു. ഇങ്ങനെ കൊയാഗുലന്റായിട്ടുള്ള ആലം ചേർക്കുന്ന സമയത്ത് സ്മോൾ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ച് അതിന്റെ സൈസ് അലാർജ് ചെയ്യപ്പെടും. അങ്ങനെ ബിഗ് സൈസ് ആകുന്ന സമയത്ത്, വലിപ്പം കൂടുന്ന സമയത്ത് അത് അടിഭാഗത്ത് എളുപ്പത്തിൽ സെറ്റിലാവും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഇങ്ങനെ കൊയാഗുലന്റ് ചേർത്ത് ചെയ്യുന്ന സെഡിമെന്റേഷനെ പറയുന്ന പേര് സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലേഷൻ എന്നാണ്. അപ്പോൾ കൊയാഗുലന്റ് ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള കെമിക്കലും കൊയാഗുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒന്നാണ് ആലം എന്ന് പറയുന്നത്. അലൂമിനിയം സൾഫേറ്റ് ആണ് നമ്മൾ കൊയാഗുലന്റ് ആയിട്ട് സാർവത്രികമായിട്ട് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത്. ഇതാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെഡിമെന്റേഷൻ കഴിയുന്നതോടുകൂടി ജലത്തിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന്റെ വലിയൊരു പരിധി വരെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ജലത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ സെഡിമെന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ജലത്തെ നമ്മൾ ഫിൽട്രേഷൻ വിധേയമാക്കുന്നു. ഫിൽട്രേഷൻ തന്നെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, ഏറ്റവും സൂക്ഷ്മമായ പാർട്ടിക്കിൾസ് വരെ ഫിൽട്രേഷനിലൂടെ ഒഴിവാക്കപ്പെടുന്നു. ഫിൽട്രേഷൻ പ്രക്രിയ എങ്ങനെയൊക്കെയാണ്, എന്താണ് ഫിൽട്രേഷന്റെ പ്രത്യേകത എന്ന കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.